ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് എങ്ങനെ പെർഫെക്റ്റായിട്ട് ദോശമാവ് ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ അവിടെ 3 ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം. അരിപ്പൊടിയായിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിനായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ പച്ചരിയാണ് പറയുന്നത്. പച്ചരി നല്ല പോലെ ഇവിടെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. പച്ചരി വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കാൻ. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ് പച്ചരിയിലേക്ക് 1 ഗ്ലാസ് ഉഴുന്നാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് അരി എടുക്കുന്നത്? ഇപ്പോൾ 6 ഗ്ലാസ് പച്ചരിയാണ് എടുക്കണമെങ്കിൽ 2 ഗ്ലാസ് ഉഴുന്ന് അങ്ങനെ വേണം ചേർക്കാൻ. നമ്മളിവിടെ 3 ഗ്ലാസ് പച്ചരി എടുത്തതുകൊണ്ട് 1 ഗ്ലാസ് ഉഴുന്ന് നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പച്ചരിയിലേക്ക് ഈ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിതൊരു ഉച്ച ടൈമിലാണ് ഇട്ട് വയ്ക്കുന്നത്. ഇനി നമ്മളിത് രാത്രി അടിച്ചെടുക്കുള്ളൂ. ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. എന്നെങ്കിലേ നമുക്ക് നല്ല പോലെ അടിഞ്ഞ് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ തയ്യാറാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ പച്ചരി ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും 6 മണിക്കൂറൊക്കെ ഇട്ട് വയ്ക്കുന്നത്. അരിപ്പൊടി വെച്ചാണ് ചെയ്യണമെങ്കിൽ ഇത്ര അധികം ടൈമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഉഴുന്നൊന്ന് കുതിർന്ന് കിട്ടുന്നത് അത്രയും ടൈം മാത്രം നമ്മൾ ഇട്ട് വെച്ചാൽ മതി. ഒരു 2 മണിക്കൂറൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ദോശ തയ്യാറാക്കാം. ഇതിപ്പോൾ പച്ചരി ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു 6 മണിക്കൂർ നല്ല പോലെ അടച്ച് വെച്ച് നമ്മളൊന്ന് കുതിർത്തെടുക്കും. അപ്പോൾ 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പച്ചരി ഉഴുന്നൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിലത്തെ വെള്ളം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. കാരണം നമ്മൾ വാഷ് ചെയ്തിട്ടല്ലേ അരിയും ഉഴുന്നൊക്കെ ഇട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ വെള്ളം തന്നെയാണ് നമ്മൾ ഇതിൽ അടിക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിത് അടിക്കുമ്പോൾ ഒരു 2-3 മിനിറ്റ് നല്ല പോലെ അടിച്ചെടുക്കണം കേട്ടോ. അല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ 1-2 സെക്കൻഡ് അടിച്ചുകൊണ്ടൊന്നും ഇത് നല്ലപോലെ അടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നല്ലപോലെ നമുക്കൊന്നൊരു വെണ്ണ പോലെ അടിച്ചെടുക്കാം. അതുപോലെ മിക്സിയിൽ കറക്കിയെടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇട്ട് കൊടുക്കുന്ന അരിയുടെ ഉഴുന്നിൻ്റെ അളവിന് തൊട്ട് മുകളിലായിട്ട് അത്ര വെള്ളം പാടുള്ളൂ. അങ്ങനെ വേണം നമ്മൾ അടിച്ചെടുക്കാൻ. വെള്ളം ഒരുപാട് കൂടിപ്പോയാലും നമ്മളെ മാവ് നല്ലപോലെ പൊന്തി വരില്ല. ദോശ മാവ് തീരെ സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നമ്മളെ മാവ് ഇവിടെ നല്ല പോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലോട്ട് മാവ് ഒഴിച്ചു വയ്ക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ മാവ് അടിച്ചെടുക്കാൻ. കൂടുതൽ വെള്ളമായി പോയാലും ഞാൻ പറഞ്ഞില്ലേ പൊന്താൻ നമുക്ക് നല്ല പോലെ പൊന്തി കിട്ടില്ല മാവ്. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ്സും കുറയും. അപ്പോൾ കൂടുതൽ വെള്ളമായി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ അടിച്ച് എടുക്കാം. നമ്മളത് ബാലൻസ് ഇനി ഇത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ അവസാന ഭാഗത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചോറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു കുറച്ചൊരു പുളിപ്പ് കിട്ടാനും പിന്നെ ഒന്ന് സോഫ്റ്റ് ആവാനും കൂടെയാണ് നമ്മൾ ചോറ് ചേർക്കുന്നത്. ഇവിടെ ഒരു കപ്പ് ചോറ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ തിക്നെസ്സായിട്ട് തന്നെ അതും വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മളിത് കവർ ചെയ്ത് വെക്കാനായിട്ട്. ഞാൻ യോജിപ്പിക്കുന്ന ഭാഗം മിസ്സായി പോയതാണ്. ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കവർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മൂടി വെച്ചതിന് ശേഷം എന്തെങ്കിലും കട്ടിയുള്ളത് അത് പൊന്തി പോവാണ്ടിരിക്കാനാണ് കട്ടിയുള്ള ഇത് അതിൻ്റെ മൂടിയുടെ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഞാൻ എന്തായാലും ഇതൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ പാത്രത്തിൽ ഹാഫ് ഭാഗേ അടിച്ചെടുത്തിട്ടുള്ളൂ. അതിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇതങ്ങ് പൊന്തി താഴത്തൊക്കെ പോവാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ചിലപ്പോൾ ഹാഫാണെങ്കിലും ബൈ ചാൻസ് പോവും. അതുകൊണ്ട് ഞാനിത് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടായത് ഏതാണോ അങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിത് ഈ പേപ്പർ വെച്ചിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു മൂടി കൊണ്ട് ഇതിൻ്റെ മോൾ ഭാഗത്ത് മൂടി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ പേപ്പർ ചെയ്തിട്ടാണ് മൂടി വയ്ക്കുന്നത്. അല്ലാതെ മൂടി വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാരമുള്ളത് കയറ്റി വെച്ചാലും മതിയാവും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കാലത്ത് ഇത് പൊന്തി വന്നിട്ടുണ്ടോ അതൊക്കെ നമുക്ക് കാലത്ത് നോക്കാം. അപ്പോൾ നമുക്ക് പൊന്തി വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. ഞാനിവിടെ തുറക്കുന്നുണ്ട്. പൊന്തി വന്നോന്നൊന്നും അറിയില്ല. നോക്കി നോക്കാം. അതെ, നമ്മുടെ മാവ് നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനൊന്ന് വെളിച്ചത്തിലേക്ക് വെച്ച് കാണിച്ചു തരാം. അതെ, കണ്ടില്ലേ? ഇതിൻ്റെ ഒരു തിക്നെസ് കണ്ടില്ല? നമ്മൾ ഇന്നലെ അടിച്ചതിനേക്കാളും നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോഴേ ഇതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? പാന് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശ ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ? നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ ഇവിടെ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ആണ്. എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.